ഒരു നീണ്ട വെക്കേഷന് ശേഷം ഞാൻ തിരിച്ചു പോവുകയാണ്. ദിസ് ഇസ് കോഴിക്കോട് എയർപോർട്ട്. ആൻഡ് എന്നെ സീ ഓഫ് ചെയ്യാൻ വേണ്ടി എൻ്റെ മോമിലോ ഫാദറിലോ വന്നതാണ് കേട്ടോ. അധികമൊന്നും ഞങ്ങളന്ന് വീഡിയോ ഒന്നും എടുക്കാൻ പറ്റിയില്ല. ദീസ് വേ സം ഓഫ് ദ ക്ലിക്സ് ഫോർ ദ ഈവനിങ്. അത് കഴിഞ്ഞ് സെക്യൂരിറ്റി ഇമിഗ്രേഷനൊക്കെ കഴിഞ്ഞ് ഉള്ളിലെത്തുമ്പോഴാണ് എനിക്ക് പൊതുവേ വിശപ്പ് വരാറ്. അതുവരെ വിശപ്പൊന്നും ഉണ്ടാവില്ല, ഈ ഫോർമാലിറ്റീസ് എല്ലാം തീർക്കേണ്ടത് എന്നുള്ള ടെൻഷനിലാണെന്ന് തോന്നുന്നു. സോ ഐ ഓർഡേർഡ് മസാല ദോശ ആൻഡ് എ സെറ്റ് ഓഫ് നഗറ്റ്സ്. ഐ വാസ് ടു ഏർലി ഫോർ ദ ഫ്ലൈറ്റ്. 2-2.5 മണിക്കൂർ എനിക്ക് വെയിറ്റ് ചെയ്യാണ്ടായിരുന്നു. ആൻഡ് ദെൻ ഐ ഫൈനലി പോയി. രാത്രിയിൽ ഫ്ലൈറ്റ് ആയതുകൊണ്ട് പിന്നെ ഒന്നും പ്രത്യേകിച്ച് വീഡിയോ എടുക്കാനുണ്ടായില്ല. ഞാനിപ്പോൾ ഉള്ളത് കോലാലംപൂർ എയർപോർട്ടിലാണ്. രാവിലെ ഒരു കപ്പ് ഓഫ് കോഫി ഒക്കെ കുടിച്ചുകൊണ്ടിരിക്കുകയാണ്. എൻ്റെ നെക്സ്റ്റ് ഫ്ലൈറ്റ് ഇസ് അറ്റ് 1:45. സോ അതുവരെ എനിക്ക് ഫ്രീ ആണ്. സെൽഫ് ട്രാൻസ്ഫർ ആയതുകൊണ്ട് കുറച്ച് പാടാണ്. സമയമാകുമ്പോൾ വീണ്ടും ചെക്കിനൊക്കെ ചെയ്യണം, ബാഗേജ് ഡ്രോപ്പ് ചെയ്യണം. ട്രാൻസിറ്റ് എന്ന് പറയുമ്പോൾ എല്ലാവർക്കും അറിയാമല്ലോ, നിങ്ങളുടെ നെക്സ്റ്റ് ഫ്ലൈറ്റിൻ്റെ സമയമാകുമ്പോൾ അങ്ങോട്ട് ഫ്ലൈറ്റിൽ കയറി പോയാൽ മതി, പ്രത്യേകിച്ച് ഒന്നും ചെയ്യാനില്ല കാര്യമായിട്ട്. ബട്ട് സെൽഫ് ട്രാൻസ്ഫർ എന്ന് പറയുമ്പോൾ യു ഹാവ് ടു ലിറ്ററലി ഗെറ്റ് ഔട്ട് ഓഫ് ദ എയർപോർട്ട് യു ആർ ഇൻ. അതായത് നിങ്ങളുടെ ഇമിഗ്രേഷൻ കഴിഞ്ഞ ബാഗേജ് കളക്ട് ചെയ്തിട്ട് യു ഹാവ് ടു ഗോ ടു, അതായത് നിങ്ങൾ അറൈവൽസിലായിരിക്കും എത്തിയിട്ടുണ്ടാവുക. ആൻഡ് ദെൻ ഡിപ്പാച്ചേഴ്സിലേക്ക് പോയിട്ട് യു ഹാവ് ടു check in once again, drop your baggages, do the immigration, security എല്ലാം all over again ചെയ്യണം. അതിൻ്റെ ഒരു ഇതാണ്. പ്രത്യേകിച്ച് കൊലാലംപൂരിൽ ഇറ്റ്സ് ഓൾ ഓട്ടോമേറ്റഡ്. യു ഡോണ്ട് ഹാവ് you'll have the queues and all, but മറ്റുള്ള എയർപോർട്ടിൽ കാണുന്ന പോലെ you don't have people to help in with check in, baggage drop in and all. ആ കസ്റ്റമർ കെയർ സർവീസ് ഉണ്ടാവില്ല. Of course you'll have help desk and all, and I have time till afternoon till I do all those stuff, freshen up, have my breakfast and all. I'm here for my breakfast. ഇത് സോട്ടോ സൂപ്പാണ്. ഇതൊരു ചിക്കൻ സൂപ്പാണ്. സോയം ചിക്കൻ ബ്രോത്താണ്. ഇത് ചിക്കൻ ഷ്രെഡഡ് ആയിട്ടുണ്ട്. ആൻഡ് ദിസ് ഇസ് സം എന്താ പറയുക, ക്രിസ്പി ആയിട്ടുള്ളൊരു സാധനമാണ്. അതിൻ്റെ അത് കഴിച്ച് നോക്കുമ്പോൾ നല്ല ടേസ്റ്റ് ഉണ്ട് കേട്ടോ. ഈ റെഡ് മെഷീൻസ് കണ്ടില്ലേ, ഇവിടെയാണ് കോലാലംപൂർ എയർപോർട്ടിൽ നിങ്ങൾ സെൽഫ് ചെക്ക് ഇൻ ചെയ്യാൻ വേണ്ടിയിട്ട് വരേണ്ടത്. നിങ്ങൾ യു ഹാവ് ടു എൻറ്റർ യുവർ ഫ്ലൈറ്റ് ഡീറ്റെയിൽസ്, യുവർ PNR നമ്പർ, ഓൾ ദ അതർ ഡീറ്റെയിൽസ് വിൽ ഷോ അക്കോർഡിംഗ്ലി. അതിനനുസരിച്ച് നിങ്ങളുടെ ബാഗേജ് ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ എൻ്റർ ചെയ്ത് കഴിഞ്ഞാൽ യു ക്യാൻ ഗെറ്റ് യുവർ ബോർഡിംഗ് പാസ്, യുവർ ബാഗേജ് ടാഗ്സും ഇതിൻ്റെ അകത്തു നിന്ന് എടുക്കാം. ആൻഡ് അത് നിങ്ങൾ തന്നെ എടുത്തിട്ട് സ്വന്തം സ്റ്റിക്ക് ചെയ്യണം സ്വന്തം ബാഗിൽ. ആൻഡ് ദെൻ ഓൺലൈൻ ചെക്ക് ഇൻ ഓൾറെഡി ചെയ്ത് വന്ന ആൾക്കാർക്ക് ഇറ്റ് ഇസ് മച്ച് ഈസിയർ. പിന്നെ ഇവിടെ വന്നിട്ട് നിങ്ങൾ എന്ത് ചെയ്യണം, ഡ്രോപ്പ് ചെയ്യണം. നിങ്ങളുടെ ടാഗ്സും ബോർഡിംഗ് പാസ്സൊക്കെ സ്കാൻ ചെയ്ത് നിങ്ങളുടെ വെയിറ്റ് ആ ബെൽറ്റിൽ പ്ലേസ് ചെയ്ത് അതൊക്കെ അപ്രോപ്രിയേറ്റ് ആണെങ്കിൽ അത് തന്നെ മൂവ് ചെയ്തോളും. അതർവൈസ് നിങ്ങൾ വേറെ സ്ഥലത്തൊക്കെ പോകണം. അങ്ങനെ ഹെൽപ്പ് ചെയ്യാൻ ആൾക്കാരുണ്ട്, ഇല്ല എന്നല്ല, തീരെ ഇല്ല എന്നല്ല. പിന്നെ ഡോക്യുമെൻറ്റ്സ് കാണിക്കാൻ വേറൊരു സ്ഥലമുണ്ട് വെരിഫിക്കേഷന് വേണ്ടിയിട്ട്. അവിടേക്കും ചില ആൾക്കാർക്ക് ചില കൺട്രീസിലേക്ക് മാത്രം പോകുമ്പോൾ അങ്ങോട്ടേക്ക് ചെല്ലാനുണ്ട്. ആൻഡ് ദെൻ യു ഫിനിഷ് യുവർ ഇമിഗ്രേഷൻ, കം ഇൻസൈഡ്. ഇവിടെ ഭയങ്കര പീസ്ഫുൾ ആൻഡ് കാം ആണ്, നോട്ട് വെരി ക്രൗഡഡ് ആൻഡ് നോയ്സി ലൈക്ക് ഹൗ ഇറ്റ് വാസ് ഔട്ട്സൈഡ്. ഇവിടെ കുറേ ഡ്യൂട്ടി ഫ്രീ ഷോപ്സും ഉണ്ട്. എനിക്ക് ഗേറ്റ് മാറുമെന്ന് ചെറിയൊരു ടെൻഷൻ ഉണ്ടായിരുന്നു. സോ ഐ സ്റ്റൂഡ് ഹിയർ ഫോർ എ വൈൽ. അങ്ങനെ കഴിച്ച് ഞാൻ സെക്യൂരിറ്റിയും ഇമിഗ്രേഷനൊക്കെ കഴിഞ്ഞു. സ്കൂട്ടും എയർ ഏഷ്യൻ്റെയാണ് കൂടുതലും ഈ ഭാഗത്തൊക്കെ. അങ്ങനെ ഞാൻ ഗേറ്റിൻ്റെ അടുത്തേക്ക് പോയി അവിടെ കുറച്ച് നേരം വെയിറ്റ് ചെയ്യേണ്ട വന്നു. ലൈക്ക് ഓൾമോസ്റ്റ് an hour ഞങ്ങൾ വെയിറ്റ് ചെയ്തു. ആൻഡ് ഫൈനലി ബോർഡിങ്ങിൻ്റെ സമയമായപ്പം ഞാൻ പോയി. നല്ല എയർ ഏഷ്യൻ്റെ നല്ല കളേർഡ് ആയിട്ടുള്ളൊരു ഫ്ലൈറ്റായിരുന്നു. ഓൾമോസ്റ്റ് ഞങ്ങൾ പോകുമ്പോൾ എപ്പോഴും ഹോട്ട് സീറ്റ് ബുക്ക് ചെയ്യാൻ ശ്രമിക്കാറുണ്ട്. അങ്ങനെ ദിസ് ടൈം ഓൾസോ ഐ വാസ് ഇൻ ഹോട്ട് സീറ്റ്. ആൻഡ് അതൊരു പ്രയോറിറ്റി സീറ്റ് ആയതുകൊണ്ട് നമുക്ക് ആദ്യം തന്നെ ബോർഡ് ചെയ്യാം. The flight was full, but hot seat in there, some of the seats were left out. അതും എൻ്റെ റോ എന്ന് പറയുന്നത് വാസ് ഫുള്ളി വേക്കൻറ്റ് ചെയ്യാൻ മാത്രമേ ഉണ്ടായുള്ളൂ. ഒറ്റയ്ക്ക് പോകുമ്പോൾ ടർബുലൻസ് എനിക്ക് പേടിയായതുകൊണ്ട് ഐ ഓൾവേസ് ബുക്ക് അയൽ സീറ്റ്. പക്ഷേ നല്ല ക്ലിയർ സ്കൈ ആയതുകൊണ്ട് ടർബുലൻസ് ഒന്നും ഉണ്ടാവാൻ ചാൻസ് ഇല്ല എന്ന് പറഞ്ഞതുകൊണ്ടും ഐ ഷിഫ്റ്റ് ടു വിൻഡോ സൈഡ്. ആൻഡ് അങ്ങനെ കുറച്ച് ഫ്യൂ മിനിറ്റ്സിൻ്റെ അകം തന്നെ നമ്മൾ ടേക്ക് ഓഫ് ചെയ്തു. ക്ലൗഡ്സ് ഒക്കെ അങ്ങനെ നല്ല അടിപൊളിയായിട്ട് ഉരുണ്ടിരിക്കുന്നുണ്ട്. ഒറ്റയ്ക്ക് അതുകൊണ്ട് ഭയങ്കര ബോറടി. വണ്ടിയും പറഞ്ഞിരിക്കാൻ ആരുമില്ലാതെ ഒരു പേരിന് പോലും ആരില്ല. ഗൈസ് കാലിയാണ്. എൻ്റെ റോ ഫുള്ള് എംപ്റ്റി ആയിരുന്നു. പിന്നെ വേറെ ആരോ വന്നിട്ട് അവിടെ വിൻഡോ സീറ്റ് ഇരുന്നതാണ്. അതുകൊണ്ട് ഞാൻ വീഡിയോ എടുക്കാമെന്ന് വിചാരിച്ചു. പിന്നെ വിശക്കുന്നുണ്ട്. എന്തൊക്കെയോ ഫുഡ് ഇങ്ങനെ അവർ ഹീറ്റ് ചെയ്യുന്നതിൻ്റെ സ്മെല്ലൊക്കെ വരുമ്പോൾ പിന്നെയും വിശപ്പ് വരുന്നുണ്ട്. എന്തെങ്കിലും വാങ്ങുവാണെങ്കിൽ എന്താ വാങ്ങുന്നതെന്ന് കാണിച്ചു തരാം. 2.5 hours ഉണ്ട്.
അങ്ങനെ ഗൈസ് വിശപ്പ് മൂർധന്യ അവസ്ഥയിലെത്തിയപ്പം ഞാൻ റോസ്റ്റഡ് ചിക്കൻ വിത്ത് വെജിറ്റബിൾസ് ആണ് ഓർഡർ ചെയ്തത്. നല്ല ജ്യൂസി ചിക്കൻ വിത്ത് എ സോസ് സ്പൈസി ആൻഡ് ഒരു സോർ ടേസ്റ്റും ഉണ്ടായിരുന്നു ആ സോസ് വന്ന്. And the vegetables were carrots, broccoli, potatoes and capsicum and all. It was so good. It was in a small quantity but it was tummy filling. നല്ല രസമായിരുന്നു. ആൻഡ് ഞാനതിങ്ങനെ സ്നാക്ക് ചെയ്തിരുന്നു. ആൻഡ് ടു ഗോ വിത്ത് ഇറ്റ് ഐ ഓർഡേർഡ് സീറോ ഷുഗർ കോക്ക്. സീറോ ഷുഗർ എന്നൊക്കെ പേരേ ഉള്ളൂ എന്ന് എനിക്കറിയാം, ബട്ട് സ്റ്റിൽ ഇറ്റ് വാസ് സോ ഗുഡ് ഗൈസ്, സോ ഗുഡ്. ഫിലിം ചെയ്യണമെന്ന് വിചാരിച്ചല്ല, ബട്ട് സ്റ്റിൽ ഒന്നും ചെയ്യാനില്ലാത്തതുകൊണ്ട് ഐ തോട്ട് ഓഫ് ഫിലിമിങ് ഇറ്റ്. അങ്ങനെ വിത്തിൻ നോ ടൈം ഐ വാസ് ഹിയർ അറ്റ് ബ്രൂനെ. നല്ല വെയിലായതുകൊണ്ട് ഞാൻ ഐ അഗെയിൻ സ്വിച്ച്ഡ് സീറ്റ്സ്. എനിക്ക് എന്തോ ആവല്ലോ, എൻ്റെ റോ ഫുൾ വേക്കൻ്റ് ആയിരുന്നല്ലോ. അങ്ങനെ ഞാൻ എത്തി കഴിഞ്ഞിട്ട് എനിക്കധികം വീഡിയോ ഒന്നും എടുക്കാൻ പറ്റില്ല. ഐ എം സോ സോറി ഫോർ ദാറ്റ്. ഐ വാസ് സോ എക്സൈറ്റഡ് ടു ടേക്ക് എനി വീഡിയോസ്. അങ്ങനെ ഗൈസ് ഞാൻ ബ്രൂണയിലെത്തി, എൻ്റെ ലഗേജ് കളക്ട് ചെയ്യുവാണ്. പിന്നെ കാണാം, ബൈ. Thank you all for watching. Stay tuned till I share new Brunei visheshams. Until then, bye bye.